ഈജിപ്തും ഇസ്രായേലും തമ്മിൽ ഒരു ശക്തമായ ഏറ്റുമുട്ടലിന്റെ സാഹചര്യങ്ങളുണ്ട്. നമുക്കറിയാം, ഗസയിലെ നിലപാടുകളിൽ ഈജിപ്ത് ഒരു പടി പോലും പിന്നോട്ട് പോകാൻ തയ്യാറായില്ല. ട്രംപിന്റെ ഒരു നിർദ്ദേശവും ഈജിപ്ത് അംഗീകരിച്ചില്ല, എല്ലാം തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഈജിപ്തിന് യഥാർത്ഥത്തിൽ അമേരിക്കയും ഇസ്രായേലും വളഞ്ഞിരിക്കുകയാണ് എന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഇറാനെ ഭയപ്പെടുത്തിക്കൊണ്ട് അറബ് രാഷ്ട്രങ്ങളെയെല്ലാം 2017 ഒരു കരാർ ഒപ്പിടിയിച്ചിട്ടുണ്ട്. ആ കരാറ് കാറ്റ്സ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ കരാറ് പ്രകാരം അമേരിക്കയുടെ ശത്രു രാഷ്ട്രങ്ങളായി കണക്കാക്കുന്ന നാടുകളിൽ നിന്നും ആയുധങ്ങൾ വാങ്ങാൻ പാടില്ല എന്നതാണ്. അതായത് പ്രധാനപ്പെട്ട വലിയ തരം ആയുധങ്ങളൊന്നും വാങ്ങാൻ പാടില്ല എന്നതാണ്. എന്നാൽ ഈജിപ്ത് സൈന്യത്തിന് ആ ഘട്ടത്തിൽ 20 F-35 യുദ്ധവിമാനങ്ങൾ നൽകാമെന്നും അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇസ്രായേൽ ആ യുദ്ധവിമാനങ്ങൾ ഈജിപ്തിന് നൽകുന്നത് ശക്തമായ രൂപത്തിൽ തടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ യുദ്ധവിമാനം ലഭിക്കുന്നില്ല. എന്നാൽ റഷ്യയിൽ നിന്ന് സുഖോയ് 35 യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഈജിപ്ത് ശ്രമിക്കുമ്പോൾ അവിടെയാണ് അമേരിക്കയുടെ പഴയ കരാറ് വില്ലനായി വരുന്നത്. അതായത് അമേരിക്കയുടെ ശത്രു രാഷ്ട്രങ്ങളിൽ നിന്നും ആയുധങ്ങൾ വാങ്ങാൻ പാടില്ല എന്നതാണ്. യഥാർത്ഥത്തിൽ അമേരിക്കയും ഇസ്രായേലും എന്നും ഭയപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം അവരുടേതല്ലാത്ത ആയുധങ്ങൾ, ചൈനയുടെയും റഷ്യയുടെയൊക്കെ ആയുധങ്ങൾ ഈ മിഡിൽ ഈസ്റ്റിൽ കടന്നു വരിക എന്നതാണ് അവരേറ്റവും ഭീതിയോടെ കാണുന്നത്. നമുക്കറിയാം, ഗസയിൽ ഇപ്പോൾ യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ ലബനാനിൽ നിന്നും ഡ്രോണുകൾ വന്നു. അത് നെതന്യാഹുവിന്റെ ബെഡ്റൂമിലേക്കാണ് വന്നത് എന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. യമനിലെ ഹൂത്തികൾ അവരുടെ ഹൈപ്പർസോണിക് മിസൈലുകൾ ഇതൊക്കെ ഇസ്രയേലിലേക്ക് തൊടുത്തു വിടുമ്പോൾ കൃത്യമായി അവർ ലക്ഷ്യത്തിലേക്ക് എത്തുന്നു. ഇറാന്റെ മിസൈലുകൾ തുരുതുര ഇസ്രയേലിൽ വന്ന് പതിക്കുന്നത് നമ്മൾ കാണുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണമുണ്ട്. അമേരിക്കയുടേതല്ലാത്ത, ഇസ്രയേലിന്റെയും ആയുധമല്ലാത്ത ആയുധങ്ങളെല്ലാം ഇസ്രയേലിനെ മറികടക്കാനോ കടപിടിക്കാനോ കഴിയുമെന്നതാണ്. അതുകൊണ്ടാണ് അയൺ ഭീമിനൊന്നും ഇതിനെ തടുക്കാൻ കഴിയാതെ ഇറാന്റെ ആയുധങ്ങൾ ലക്ഷ്യത്തിലേക്ക് പോകുന്നത്, ഹൂത്തികളുടെ ആയുധങ്ങൾ ലക്ഷ്യത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്വയം ആയുധം നിർമ്മിക്കാൻ പാടില്ല. യഥേഷ്ടം അമേരിക്ക ആയുധം നൽകും. അതുപോലെ തന്നെ റഷ്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ ആയുധം ഇറക്കാൻ പാടില്ല. അതിന് വളരെ ശക്തമായ കരാറുകൾ ഈ കാലം വരെ ഉണ്ടാക്കിയെടുത്തു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇറാൻ എന്ന് പറയുന്നത് അറബ് രാഷ്ട്രങ്ങൾക്ക് മൊത്തം ഭീഷണിയാണ് എന്നായിരുന്നു അമേരിക്കയും ഇസ്രായേലും അറബ് രാഷ്ട്രങ്ങളെ പറഞ്ഞ് ധരിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭീതി നിലനിർത്തിക്കൊണ്ട് വലിയ വലിയ കരാറുകൾ, ഈ അറബ് രാഷ്ട്രങ്ങളുടെ സുരക്ഷ, ഇറാനിൽ നിന്ന് സുരക്ഷ നൽകുന്ന പല രൂപത്തിലുള്ള കരാറുകളും ഈ അറബ് രാഷ്ട്രങ്ങളുമായി ഉണ്ടാക്കി. ആ കരാറുകളാണ് ഇന്ന് അറബ് രാഷ്ട്രങ്ങൾക്ക് ഏറ്റവും വലിയ അടിയായിരിക്കുന്നത്. F-35 ആണെങ്കിലും അതുപോലെ തന്നെ F-16 ആണെങ്കിലും ഏത് യുദ്ധവിമാനങ്ങളും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും താല്പര്യങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ കഴിയില്ല. അത്തരം ആവശ്യങ്ങൾ വരുമ്പോൾ ആ ആയുധം കൊണ്ട് കാര്യമില്ല എന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളിയായി ഈ രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സിറിയയിൽ നിരന്തരമായി ഇസ്രായേൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ബഷാറുൽ അസദ് നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ നിരന്തരമായി ആയുധ സ്റ്റോറേജുകൾ ആക്രമിച്ചിരുന്നു. കാരണം അവിടെ വരുന്ന ആയുധങ്ങൾ റഷ്യയുടേതാണ്, അതുപോലെ ഇറാന്റെ ആയുധങ്ങളാണ്. ഈ ആയുധങ്ങളെ തടുക്കാനുള്ള, അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനം അമേരിക്കയുടെയോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഇസ്രായേലിന്റെ കയ്യിലില്ല. അതുകൊണ്ടാണ് ഹൂത്തികളുടെ ആയുധങ്ങളെല്ലാം അമേരിക്കയുടെ ഇസ്രായേലിന്റെയും കപ്പലുകളെ നേരെ ലക്ഷ്യമാക്കി പോകുന്നത്. അവരുടെ എയർക്രാഫ്റ്റ് കാരിയറുകൾക്ക് നേരെ ഹൂത്തികളുടെ മിസൈലുകൾ കടന്നു വരുന്നത്. എന്തുകൊണ്ട് ഇറാനെതിരെ ആക്രമണത്തിന് അമേരിക്കയും ഇസ്രായേലും മുതിരുന്നില്ല? യഥാർത്ഥത്തിൽ ഈ ലബനാനിലും ഗസയിലും അതുപോലെ ഹൂത്തികൾ ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് മിലിറ്റന്റ് ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പുകളുമായി കരാറിലെത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പുകളെ ഏതെങ്കിലും രൂപത്തിൽ യുദ്ധം ചെയ്തത് കൊണ്ടോ ഈ ഇസ്രായേലിന്റെ അമേരിക്കയുടെയും പ്രശ്നം ഇവിടെ തീരുകയില്ല. കാരണം ഇറാനും അതിന്റെ പ്രോക്സികളൊക്കെ ഒരു ഐഡിയോളജിയുടെ കീഴിലുള്ള ഒരു സൈനിക വിഭാഗങ്ങളാണ്. അതൊരു രാഷ്ട്രത്തിന് വേണ്ടിയല്ല, അതൊരു ഐഡിയോളജിക്ക് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനെ പരാജയപ്പെടുത്താതെ ഒരിക്കലും ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകളെ പരാജയപ്പെടുത്തുന്നതിലൂടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് എത്ര പരാജയപ്പെടുത്തിയാലും വർഷങ്ങൾക്ക് ശേഷം അതിലേറെ ശക്തമായി തിരിച്ചു വരും. അതിന് ആദ്യം ചെയ്യേണ്ടത് ഇറാനെ തിരിച്ചടിക്കുകയാണ്. പക്ഷെ ഇറാനെതിരെ എന്തുകൊണ്ട് അമേരിക്കയോ ഇസ്രായേലോ പ്രതികരിക്കുന്നില്ല എന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം അവിടെയുള്ള ആയുധങ്ങൾ അത് അമേരിക്ക നിർമ്മിച്ചതല്ല, ഇസ്രായേൽ നിർമ്മിച്ചതല്ല. അവിടെ ഇറാൻ തന്നെയാണ് ആയുധം നിർമ്മിക്കുന്നത്. അതുകൊണ്ടാണ് ഹൂത്തികൾക്ക് നേരെ ആക്രമിക്കാൻ പോലും ഇപ്പോൾ കഴിയുന്നില്ല. നമുക്കറിയാം, അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡ്രോണാണ്, ഇസ്രായേലും അമേരിക്കയും ഉപയോഗിക്കുന്ന ഡ്രോണാണ് MQ-9 റീപ്പർ എന്നറിയപ്പെടുന്നത്. ഇത് ഹൂത്തികൾ 15 എണ്ണം തകർത്തിരിക്കുകയാണ്. അതായത് യമനിന്റെ ഉപരിതലങ്ങളിലൂടെ, വ്യോമതലങ്ങളിലൂടെ ഏതൊരു ഘട്ടത്തിലാണോ ഈ ഡ്രോൺ പറഞ്ഞിട്ടുള്ളത് അതിനെയെല്ലാം വീഴ്ത്താൻ അവരുടെ സാം എന്ന് പറയുന്ന മിസൈലുകൾക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇസ്രായേൽ ഇറാനിൽ ശക്തമായൊരു ആക്രമണം, മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ആ മിസൈൽ ആക്രമണം നടത്തുന്ന ഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്
ധാരാളം മിസൈലുകൾ ഇറാന്റെ പ്രതിരോധ സിസ്റ്റങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്രയേൽ വളരെ ദൂരെ നിന്നല്ല ആക്രമിച്ചത്. കാരണം ഇത് തകർക്കും, അതായത് ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രയേലിന്റെ മിസൈലുകളെ തകർക്കും എന്ന് കൃത്യമായി അറിയുന്നത് കൊണ്ട് തന്നെ ഇറാന്റെ ഒരു ബോർഡറിന്റെ തൊട്ടിപ്പുറത്ത് നിന്നുകൊണ്ടാണ് ലക്ഷ്യത്തിലേക്ക് ആക്രമണം നടത്തിയത്. അതല്ലാതെ ഇസ്രയേലിൽ നിന്ന് ആക്രമിക്കുകയല്ല ചെയ്തത്. കാരണം അത് തകർക്കുമെന്നറിയാം. എന്നിട്ടും ഒരുപാട് മിസൈലുകളെ ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇസ്രയേലിന്റെ കയ്യിലുള്ള അയൺ ഡോമും അവരുടെ ഡേവിഡ് സ്ലിംഗ് തുടങ്ങിയിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ, അമേരിക്കയുടെ താഡാണെങ്കിലും ശരി, ഇതൊക്കെ ഏത് രൂപത്തിൽ ഈ മിസൈലുകളെ പ്രതിരോധിക്കുമോ അതേ രൂപത്തിൽ റഷ്യയുടെയും ഇറാന്റെയും ഒക്കെ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ആയുധങ്ങൾക്കെതിരെ അത് ശക്തമായി പ്രതികരിക്കും. അതുകൊണ്ടാണ് ഈ ആയുധങ്ങൾ കടന്നു വരുന്നതെടുത്ത് ഇസ്രയേൽ ശക്തമായ രൂപത്തിൽ അമേരിക്ക ഇസ്രയേലും വിലങ്ങുതടിയായി മാറുന്നത്. ഈ രാഷ്ട്രങ്ങളിലേക്ക് ഈ ആയുധം എത്തുന്നിടത്തും വിലങ്ങുതടിയാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലേക്ക് S-400 റഷ്യയുടെ പ്രതിരോധ സംവിധാനം വരുമ്പോൾ അമേരിക്ക ശക്തമായി അതിനെ എതിർത്തു. തുർക്കിയിലേക്ക് വരുമ്പോൾ ശക്തമായി എതിർത്തു. അതിൻ്റെയൊക്കെ കാരണം ആ പ്രതിരോധ സംവിധാനങ്ങൾ ഈ അമേരിക്കയുടെ ആയുധങ്ങൾക്ക് വെല്ലുവിളിയാണ് എന്ന് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇതിൽ പരാജയപ്പെട്ടു പോയത് ഒരുപാട് അറബ് രാഷ്ട്രങ്ങളാണ്. ഈ അറബ് രാഷ്ട്രങ്ങളുടെ എല്ലാ സെക്യൂരിറ്റിയും അമേരിക്കയെയും അതുപോലെ ഇസ്രയേലിനെയൊക്കെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഒരു സൈനിക നടപടി എന്നത് അമേരിക്കയുടെയോ ഇസ്രയേലിന്റെ താല്പര്യങ്ങൾക്കെതിരെ അവർക്ക് എടുക്കാൻ കഴിയില്ല എന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇവിടെ ഉണ്ടാകുന്നത്. എന്നാൽ ഈജിപ്ത് ഇതിനെ മറികടക്കാനുള്ള സംവിധാനങ്ങളിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ അമേരിക്ക ഈ 20 F-35 യുദ്ധവിമാനം തരാത്ത സാഹചര്യത്തിൽ ചൈനയിൽ നിന്നുള്ള അവരുടെ യുദ്ധവിമാനങ്ങൾ J സീരീസിൽപ്പെട്ട യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നു. ചൈനയുടെ ആണവ സബ്മറൈൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് അത് ഈജിപ്തിന് നൽകുന്നു എന്നതാണ്. റഷ്യയുടെ 40 സുഖോയ് 35 എന്ന് അറിയപ്പെടുന്ന യുദ്ധവിമാനങ്ങൾ അത് ഈജിപ്ത് സ്വന്തമാക്കിയിട്ടുണ്ട്. ഈജിപ്ത് സൈന്യം യഥാർത്ഥത്തിൽ ഈ കാര്യം വളരെ മുൻകൂട്ടി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈജിപ്ത് ഇസ്രയേലിന് മുന്നിൽ അപകടമായി മാറിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ കരാറുകളൊക്കെ നിലനിൽക്കുമ്പോഴും ധാരാളം ആയുധങ്ങൾ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും അല്ലാത്ത ആയുധങ്ങൾ തന്നെ വാങ്ങിക്കൂട്ടാൻ ഈജിപ്ത് സൈന്യത്തിന് സാധിച്ചു, റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും. ഇതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കയുടെയും ഇസ്രയേലിന്റെ മുന്നിൽ വെല്ലുവിളിയായി മാറുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഗസയുടെ കാര്യത്തിൽ വളരെ ശക്തമായ തീരുമാനം ഈജിപ്തും അതുപോലെ മറ്റു അറബ് രാഷ്ട്രങ്ങളും എടുക്കുമ്പോൾ ട്രംപ് അദ്ദേഹത്തിന്റെ ഭീഷണിയിൽ നിന്നും ഇപ്പോൾ പിൻവാങ്ങിയിരിക്കുകയാണ്. ട്രംപ് അതിശക്തമായ രൂപത്തിലായിരുന്നു ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിരുന്നത്. ഗസയിൽ ഹമാസ് ഈ കരാർ അംഗീകരിക്കുന്നില്ല എങ്കിൽ, ബന്ദികളെ വിട്ടയക്കുന്നില്ല എങ്കിൽ അവിടെ നരകമായിരിക്കും സൃഷ്ടിക്കുക എന്ന് പറഞ്ഞ ട്രംപ് ആ പറഞ്ഞ ശക്തിയോടെ തന്നെ പിൻവാങ്ങുകയും ചെയ്യുന്നു. അല്ലെങ്കിലും ട്രംപ് ഭീഷണി മുഴക്കുന്ന ആളാണ്, നടപ്പാക്കാൻ കഴിയാത്ത ഒരു ദുർബല വ്യക്തിയാണ് എന്ന തലങ്ങളിലേക്ക് ഇപ്പോൾ ലോകം ട്രംപിനെ വിലയിരുത്തിയിരിക്കുകയാണ് എന്ന കാര്യം ഒരു യാഥാർത്ഥ്യമാണ്.